നെക്സ്റ്റ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു സാധനം നോക്കൂ. ഈ ഗ്രാഫ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾ കണ്ടിട്ടുള്ള ഗ്രാഫ് അല്ലേ ഇത്? ഇതെന്താണ്? പൊസിഷൻ ടൈം ഗ്രാഫ് അല്ലേ? ഇത് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, സ്ട്രൈറ്റ്. അപ്പൊ എന്താണ് സ്ട്രൈറ്റ് കണ്ടാൽ നമ്മൾ അപ്പോഴേ യൂണിഫോം എന്ന് എഴുതും അല്ലേ? ഇപ്പൊ യൂണിഫോം. ഇനി മേലോട്ടാണ് കയറി പോകുന്നത്, അപ്പൊ പോസിറ്റീവ്. ഇനി അടുത്തെന്താണ്? ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ആണ്, അപ്പൊ തൊട്ടടുത്ത ക്വാണ്ടിറ്റി വെലോസിറ്റി. ഇത് നമ്മൾ പഠിച്ച മെത്തേഡാണ്. ഞാൻ അന്ന് പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. അപ്പൊ ഈ ഗ്രാഫ് എന്തിനെ കാണിക്കുന്നു? യൂണിഫോം പോസിറ്റീവ് വെലോസിറ്റിയെ കാണിക്കുന്നു. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? ഇനി ഈ സാധനത്തിന്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? സ്ലോപ്പ് ഈക്വൽ ടു വെലോസിറ്റി. സ്ലോപ്പ് എടുത്താൽ എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്താൽ വെലോസിറ്റി കിട്ടും, ഒരു ഡൗട്ടും ഇല്ലല്ലോ. അപ്പൊ ഇത് ബോഡി എയുടെ ഗ്രാഫാണ്. അപ്പൊ ബോഡി എയുടെ പൊസിഷൻ ടൈം ഗ്രാഫാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ബോഡി എയുടെ വെലോസിറ്റി കിട്ടും. ഓക്കെ, സംശയമില്ല. ഇനി ഞാൻ ഇതിൽ തന്നെ വേറൊരു ഗ്രാഫ്, വേറെ ബോഡി ബിയുടെ ഗ്രാഫ് കൂടെ വരയ്ക്കാം. ബോഡി ബിയുടെ ഗ്രാഫ് ഇതാണ്ട് ഇതാണ്. ഓക്കെ, ഇതാണ് ബോഡി ബിയുടെ ഗ്രാഫ്. കണ്ടോ? അപ്പൊ ഈ ഗ്രാഫ് കണ്ടു നമ്മൾ. ഓക്കെ, ഇത് ഈ ഗ്രാഫിന് പാരലൽ അല്ലേ? അപ്പൊ രണ്ടിന്റെയും സ്ലോപ്പ് ഒരുപോലെ അല്ലേ? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് സാധനം? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്. അപ്പൊ ഇതിന്റെ സ്ലോപ്പ് ഒരേപോലെ. അപ്പൊ രണ്ടുപേരുടെയും വെലോസിറ്റി ഒരേപോലെ. അപ്പൊ വെലോസിറ്റി ഓഫ് എയും വെലോസിറ്റി ഓഫ് ബിയും സെയിം ആണ്. ഓക്കെ, വെലോസിറ്റി ഓഫ് എയും വെലോസിറ്റി ഓഫ് ബിയും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ റിലേറ്റീവ് വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? റിലേറ്റീവ് വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? വി എ മൈനസ് വി ബി അല്ലെങ്കിൽ വി ബി മൈനസ് വി എ കണ്ടുപിടിച്ചാൽ എത്ര വരും? ഏതെടുത്താലും രണ്ടും ആൻസർ സെയിം ആണ്. അപ്പൊ ആൻസർ എത്ര വരും? 0 എന്ന് വരും. അപ്പോ റിലേറ്റീവ് വെലോസിറ്റി 0 ഉള്ള കേസാണ് ഈ വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ രണ്ട് ബോഡി ഉണ്ട് എന്റെ കയ്യിൽ, ബോഡി എയും ബോഡി ബിയും. അവിടുത്തെ റിലേറ്റീവ് വെലോസിറ്റി 0 എന്ന് പറഞ്ഞാൽ രണ്ടിന്റെ വെലോസിറ്റി ഇവിടെ സെയിം ആണ്. അപ്പോ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പൊസിഷൻ ടൈം ഗ്രാഫാണ് ഈ വരച്ചു വെച്ചിരിക്കുന്നത്. എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അപ്പോൾ ഞാൻ ഫ്രം ദ ബിഗിനിങ് ഐ വിൽ എക്സ്പ്ലെയിൻ ദ ഹോൾ തിങ്സ് വൺസ് അഗൈൻ. See, this is a familiar graph to you. So position time graph. See, I am drawing a graph like this. So what is the meaning of it? So straight line. So I write uniform. Then graph is upwards like this. So positive. Then what is the next quantity? Here displacement. What is the next quantity? Velocity. ഇതാണ് ഞാൻ മെത്തേഡ് പറഞ്ഞത്. The graph represents uniform positive velocity. Any problem? The graph represents uniform positive velocity. ബുദ്ധിമുട്ടുണ്ടോ? The graph represents uniform positive velocity. ആർക്കെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി അപ്പൊ ഇത് ബോഡി എയുടെ ഗ്രാഫ്. ഓക്കെ, നെക്സ്റ്റ് ഐ ആം പ്ലോട്ടിംഗ് അനദർ ഗ്രാഫ്. ഓക്കെ, this is the graph of body B. See, slope of this graph gives what? Slope of the graph gives velocity. ഇത് നമുക്ക് അറിയാന്നുള്ള കാര്യം. സ്ലോപ്പ് ഗീവ്സ് വെലോസിറ്റി. അപ്പൊ ഈ ഗ്രാഫിന്റെ സ്ലോപ്പും ഈ ഗ്രാഫിന്റെ സ്ലോപ്പും കണ്ടിട്ട് ഒരുപോലെ അല്ലേ ഇരിക്കുന്നത്? സോ സ്ലോപ്പ് ആർ ഈക്വൽ, സോ വെലോസിറ്റി ആർ ഈക്വൽ. സോ വെലോസിറ്റി ഓഫ് എ ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ബി. Am I right? So what will be VAB? VAB എടുത്താൽ VA minus VB. So VA and VB are equal. So what is answer? 0. VBA എടുത്താലും ആൻസർ 0. അപ്പോ ഇത് 0 റിലേറ്റീവ് വെലോസിറ്റിയെ കാണിക്കുന്ന സിറ്റുവേഷൻ ആണ്. സോ പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ 0 റിലേറ്റീവ് വെലോസിറ്റി. ദിസ് ഈസ് എ പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ 0 റിലേറ്റീവ് വെലോസിറ്റി. സോ once again, see, this is position time graph. If I have a straight line like this, I will understand uniform positive velocity. So you consider that this is a graph of body A and this as a graph of body B. See, slope gives what? Velocity. Slope gives velocity. So slope, see, from the appearance itself very clear. Slope equal, so velocity equal. So velocity of A equal to velocity of B. Then what will be relative velocity? Relative velocity VAB I want. So VAB means VA minus VB. So VA and VB same. So what is answer? 0. Okay, alle? So what is this graph? This is a position time graph for 0 relative velocity. This is a position time graph for 0 relative velocity. ബുദ്ധിമുട്ടുണ്ടോ? ഇനി അടുത്തത് നിങ്ങൾ പറയണം. So listen here. See, again time, here position. ഞാൻ രണ്ട് ഗ്രാഫ് വരയ്ക്കട്ടെ, നോക്കി പറയണേ.
See, this is the graph of body A. This is the graph of body B. കണ്ടോ? ഇപ്പൊ രണ്ട് ഗ്രാഫുകൾ വരച്ചിട്ടുണ്ട്. ഏതാണ് സ്റ്റീപ്പർ? ഞാൻ ചോദിക്കുന്ന ആള് പറയണം. ഏതാണ് സ്റ്റീപ്പർ? മീനാക്ഷി പറയൂ, ഏതാണ് സ്റ്റീപ്പർ? പറയൂ. അത് തന്നെ, എ ആണ് സ്റ്റീപ്പർ അല്ലെ? സ്റ്റീപ്പർ ആയാൽ സ്ലോപ്പ് കൂടുതൽ. അപ്പൊ സ്ലോപ്പ് ഓഫ് എ ഗ്രേറ്റർ ദാൻ സ്ലോപ്പ് ഓഫ് ബി. ഇതൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. സ്ലോപ്പ് ഓഫ് എ ഗ്രേറ്റർ ദാൻ സ്ലോപ്പ് ഓഫ് ബി. സ്ലോപ്പ് ഗീവ്സ് വെലോസിറ്റി. അപ്പൊ വെലോസിറ്റി ഓഫ് എ ഗ്രേറ്റർ ദാൻ വെലോസിറ്റി ഓഫ് ബി. എയുടെ വെലോസിറ്റി കൂടുതലും ബിയുടെ വെലോസിറ്റി കുറവും. എയുടെ വെലോസിറ്റി കൂടുതലും ബിയുടെ വെലോസിറ്റി കുറവും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ ഇവിടെ റിലേറ്റീവ് വി എ കൂടുതലും വി ബി കുറവും. അപ്പൊ വി എ മൈനസ് വി ബി എടുത്താൽ യു വിൽ ഗെറ്റ് ആൻ ആൻസർ. ശരിയല്ലേ? സോ യു വിൽ ഗെറ്റ് എ നോൺ സീറോ റിലേറ്റീവ് വെലോസിറ്റി. യു വിൽ ഗെറ്റ് എ നോൺ സീറോ റിലേറ്റീവ് വെലോസിറ്റി. വി എ ബി എന്ന് പറഞ്ഞാൽ എന്താ? വി എ മൈനസ് വി ബി. So VA is greater than VB. So you will get an answer. This answer is not equal to 0. So the situation represents non-zero relative velocity. Non-zero relative velocity. Here velocity of A is greater than velocity of B. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? So here you can find two graphs of two bodies. Well, body A and body B. Which graph is steeper? A. A is steeper. So slope is more. So slope of A is more than slope of B. Slope gives velocity. So velocity of A greater than velocity of B. No problem. See, velocity of A greater than velocity of B. Then how can you calculate VAB? VAB equal to VA minus VB. So VA minus VB. VA greater, VB less. So you will get an answer. It is not equal to 0. So relative velocity not equal to 0. For that, this is a position time graph. So how many bodies do you have? 2. What are they? A and B. Which graph is steeper for A? Then if the graph is steeper, slope will be more. So slope of A greater than slope of B. Am I right? So slope gives velocity. So velocity of A greater than velocity of B. Okay. So what will be the answer of VAB then? VA minus VB. This is greater than that. So you will get an answer. It is not equal to 0. So the graph is the position time graph of two bodies where relative velocity not equal to 0. Is it clear? Is it clear? So here VA greater than VB. ഇനി ഒരെണ്ണം കൂടെ നിങ്ങൾ പറയണം. So listen properly. Again time position. Okay. ഞാനിവിടെ രണ്ട് ഗ്രാഫ് വരയ്ക്കാണ്, സൂക്ഷിച്ച് പറയണം. ഇത് ബോഡി എയുടെ ഗ്രാഫാണ്. ഓക്കെ, ബോഡി എയുടെ ഗ്രാഫ്. അടുത്ത ബോഡി ബിയുടെ ഗ്രാഫാണ്. കണ്ടോ? ബോഡി ബിയുടെ ഗ്രാഫ് നോക്കൂ മക്കളെ, നോക്കൂ. വെലോസിറ്റി ഓഫ് എ എടുത്തു കഴിഞ്ഞാൽ നോക്കൂ, സ്ലോപ്പ് ഓഫ് എ പോസിറ്റീവ് അല്ലേ? സ്ലോപ്പ് ഓഫ് എ പോസിറ്റീവ് അല്ലേ? അപ്പൊ വെലോസിറ്റി ഓഫ് എ പോസിറ്റീവ്. ഇനി സ്ലോപ്പ് ഓഫ് ബി നെഗറ്റീവ് അല്ലേ? ഇങ്ങനെയല്ലേ കിടക്കുന്നത്? അപ്പൊ അതിന്റെ സ്ലോപ്പ് നെഗറ്റീവ്. സോ വെലോസിറ്റി ഓഫ് ബി നെഗറ്റീവ്. അപ്പോ ഒരെണ്ണത്തിന്റെ വെലോസിറ്റി പോസിറ്റീവും ഒരെണ്ണത്തിന്റെ വെലോസിറ്റി നെഗറ്റീവ് ആണ്. എയുടെ വെലോസിറ്റി പോസിറ്റീവും ബിയുടെ വെലോസിറ്റി നെഗറ്റീവ് ആണ്. അപ്പൊ വെലോസിറ്റി ഈസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമുക്ക് പറഞ്ഞൂടെ? So in that case, the position time graph will be like this. എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നോ? So here you can find the position time graph of two bodies, body A and body B. So this graph is like this. So its slope will be positive. Slope gives velocity. So velocity of A is positive. What about the slope of B? Slope of B is negative. Slope gives velocity. So velocity of B is negative. So velocity of A is positive. Velocity of B is negative. So this is the position time graph of two bodies having velocities in the opposite direction. Okay. Once again, how many bodies are there? Two bodies. What are the bodies? A and B. Then what about the slope of A? Slope of A is positive. Slope gives velocity. So velocity of A is positive. What about the slope of B? Negative. Slope gives velocity. So velocity of B is negative. So velocity of A positive. Velocity of B negative. So one can be taken as say positive velocity, the other can be taken as negative velocity. So velocities are in the opposite direction. So this is position time graph for two bodies having velocities in the opposite direction. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? So we discussed how many graphs here? 3 graphs. So this is the first graph. So it is very clear. See, this is position time graph. Then is a straight line graph. So what do you understand? Positive, uniform. Then slope positive, uniform
positive. Then slope gives what? Velocity. So this is the graph for what? This is a position time graph for uniform positive velocity. No doubt. See, the velocity of this is positive, the velocity of this is also positive. Then these two are parallel. So slope are equal. Slope are equal. So slope identical. So velocity of A and velocity of B equal. Because slope gives velocity. Slope are equal. So velocity will be equal. So velocity of A equal to velocity of B. Then what will be relative velocity? Relative velocity will be 0. Then what is the next? Here you can find two graphs. Velocity of slope is more for A. Slope gives velocity. So velocity of A greater than velocity of B. Okay. Then what is the next one? Here you can find two graphs. So this is the graph of A. This is the graph of B. So A represents what? Uniform positive velocity. B represents uniform negative velocity. Am I right? See, slope gives positive velocity. Slope gives negative velocity. So here you have how many bodies? Two bodies. The velocities are in the opposite direction. One positive and the next one negative. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അടുത്തലേക്ക് പോകൂടെ?